ടു എക്സൽ PSC ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ സാഹിത്യകാരൻ SK പൊറ്റക്കാടിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. ആദ്യത്തേത്, ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യകൃതികൾ രചിച്ച മലയാളി. ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യകൃതികൾ രചിച്ച മലയാളിയാണ് SK പൊറ്റക്കാട്. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാളി. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് SK പൊറ്റക്കാട്. ആദ്യത്തേത് G ശങ്കരക്കുറുപ്പ്. ആദ്യ ജ്ഞാനപീഠ ജേതാവ് മലയാള കവിയായ G ശങ്കരക്കുറുപ്പ്. വർഷം 1965. ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് താരാശങ്കർ ബാനർജിയാണ്. 1966. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് ആരാണ് എന്നതാണ് ചോദ്യം. ആദ്യ ജ്ഞാനപീഠ ജേതാവ് മലയാള കവിയായ G ശങ്കരക്കുറുപ്പ്. വർഷം 1965. ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് താരാശങ്കർ ബാനർജി. വർഷം 1966. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് ആരാണ് എന്നതിനുത്തരം SK പൊറ്റക്കാട്. അതിരാളിപ്പാടം എന്ന സ്ഥലത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെയും അവിടുത്തെ മനുഷ്യജീവിതത്തിൻ്റെയും പച്ചയായ ആവിഷ്കാരമാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന ബൃഹത്ത് നോവൽ രചിച്ചത് ആര്? അതിരാളിപ്പാടം എന്ന സ്ഥലത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെയും അവിടുത്തെ മനുഷ്യജീവിതത്തിൻ്റെയും പച്ചയായ ആവിഷ്കാരമാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന ബൃഹത്ത് നോവൽ രചിച്ചത് ആര്? SK പൊറ്റക്കാട്. വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ജീവിതം ആവിഷ്കരിച്ച വിഷകന്യക എന്ന നോവൽ എഴുതിയതാര്? അതും SK പൊറ്റക്കാടാണ്. വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ജീവിതം ആവിഷ്കരിച്ച വിഷകന്യക എന്ന നോവൽ എഴുതിയത് SK പൊറ്റക്കാടാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ഓർമ്മക്കുറിപ്പാണ്? SK പൊറ്റക്കാടിൻ്റെ ഓർമ്മക്കുറിപ്പ് അറിയപ്പെടുന്ന പേരാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. 1980 ജ്ഞാനപീഠ ജേതാവ്. 1980 G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. 1957 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് 1000 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും 1962 തിരഞ്ഞെടുപ്പിൽ സുകുമാർ അഴീക്കോടിനെ തോൽപ്പിച്ച് ലോകസഭാംഗമായ സാഹിത്യകാരൻ ആര്? 1957 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് 1000 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും 1962 തിരഞ്ഞെടുപ്പിൽ സുകുമാർ അഴീക്കോടിനെ തോൽപ്പിച്ച് ലോകസഭാംഗമായ സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. SK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ SK പൊറ്റക്കാട് തന്നെ. കോഴിക്കോട്ടെ മിഠായിത്തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ എഴുതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1961 നേടിയ സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. കോഴിക്കോട്ടെ മിഠായിത്തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ എഴുതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1961 നേടിയ സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. മലയാളത്തിലെ കാൽപ്പനിക നോവലുകളിൽ ഉന്നത സ്ഥാനമുള്ള മൂടുപടം എന്ന നോവൽ എഴുതിയത് SK പൊറ്റക്കാടാണ്. മലയാളത്തിലെ കാൽപ്പനിക നോവലുകളിൽ ഉന്നത സ്ഥാനമുള്ള മൂടുപടം എന്ന നോവൽ എഴുതിയതും SK പൊറ്റക്കാടാണ്. ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ കബീന എന്ന നോവൽ എഴുതിയത് SK പൊറ്റക്കാടാണ്. ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ കബീന എന്ന നോവൽ എഴുതിയത് SK പൊറ്റക്കാടാണ്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ സർദാർ KM പണിക്കരാണ്. 1959. എന്നാൽ ലോകസഭയിൽ അംഗമായ ആദ്യത്തെ മലയാള സാഹിത്യകാരൻ ആരാണ്? അത് SK പൊറ്റക്കാട്. വർഷം 1962.
രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ സർദാർ കെ.എം. പണിക്കരാണ് 1959. എന്നാൽ ലോകസഭയിൽ അംഗമായ ആദ്യത്തെ മലയാള സാഹിത്യകാരൻ 1962 അത് എസ്.കെ. പൊറ്റക്കാട്. 1982 കാലിക്കറ്റ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ജ്ഞാനപീഠ ജേതാവാണ് എസ്.കെ. പൊറ്റക്കാട്. 1982 കാലിക്കറ്റ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി എസ്.കെ. പൊറ്റക്കാടിനെ ആദരിച്ചത്. പാർലമെൻറ്റ് അംഗവും നിത്യയാത്രികനുമായ ശ്രീധരൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? എസ്.കെ. പൊറ്റക്കാട്. നൈൽ ഡയറി, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ എന്നീ യാത്രാ വിവരണങ്ങൾ രചിച്ചതാര്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകളാണ് നൈൽ ഡയറി, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ എന്നീ യാത്രാ വിവരണങ്ങൾ. ഇത്രയുമാണ് എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. PSC ചോദിക്കാൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ഇവിടെ വായിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.